പിള്ളേരൊക്കെ പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് കുറച്ച് സെൽവാർ മേടിച്ചു വിടും, അമ്മൂമ്മക്ക് സെൽവാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ എൻ്റെ അമ്മയുടെ വാർഡ്രോബ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പൊ പോയിട്ട് ഇവിടെ തയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യമല്ലേ മാഡം മദറിനെ തച്ചത്, അതൊക്കെ ഇട്ടോ? ഞാൻ പറഞ്ഞില്ല, ഇട്ടില്ല. പുള്ളിക്കാരി അതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കും. ഫ്ലാഷ് ബാക്ക്. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണി ഞാൻ വാങ്ങിച്ചതും എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുടെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് അവസാനിപ്പിച്ച ഒരു ടോപ്പിക്കാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇന്നെന്താണ്, എന്റെ അച്ഛന്റെ സർജറിക്ക് മുമ്പേ എന്റെ അമ്മ എന്റെ അച്ഛനെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. അതിങ്ങനെ എപ്പോഴും തുടർന്ന് പോയിട്ടുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്കെന്ത്, ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം എന്തോ ആയിക്കോട്ടെ, അവരെത്രയോ മോശക്കാരായിക്കോട്ടെ, അവര് നിങ്ങളോട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ഇങ്ങനെ പാടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ ചീപ്പ് പരിപാടിയാണ്. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. நான் போடும் கையெழுத்து வரடும்